നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28, 2026 ബുധൻ. അങ്ങനെ ഇന്നും മാർക്കറ്റിന് നേട്ടം തുടരുവാനായി തൽഫലമായി തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല നിഫ്റ്റിക്ക് 25,350 എന്ന ലെവലിന് തൊട്ട് താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടം തുടരുവാൻ സാധിച്ചത് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. 25,372 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിന് തൊട്ട് മുകളിലായിട്ടും കൂടാതെ 200 EMAക്ക് തൊട്ട് മുകളിലായിട്ടും 25,187 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. മാത്രമല്ല ഇന്നൊരു ഘട്ടത്തിൽ മാർക്കറ്റിന് നഷ്ടത്തിലേക്ക് പോകേണ്ടി വന്നെങ്കിലും തുടർന്ന് ആ നഷ്ടങ്ങളെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് അതിശക്തമായ നേട്ടത്തിലേക്ക് തിരിച്ചു വരുവാനും മാർക്കറ്റിന് സാധിച്ചതിന്റെ ഫലമായിട്ട് 167 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,342 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 1% നേട്ടവും നിഫ്റ്റിക്ക് കൈവരിക്കുവാനും സാധിക്കുകയുണ്ടായി. അതേസമയം സെൻസെക്സിന് 482 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 393 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,254 സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി അതേസമയം ആകെ 663 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ഭാരത് ഇലക്ട്രോണിക്സ്, ONGC, ഇറ്റേണൽ, കോൾ ഇന്ത്യ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ കൺസ്യൂമർ, ഏഷ്യൻ പെയിന്റ്സ്, ഐഷ മോട്ടോഴ്സ്, മാക്സ് ഹെൽത്ത് കെയർ, സൺ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ, മെറ്റൽ, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 3% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാനുമായി തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സ്മോൾ ക്യാപ്പിന് 2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷന് ശേഷം ഇന്നലെ അമേരിക്കൻ ഡോളറിനെതിരെ ഒരു തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നും US ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടി വന്നു. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 7 പൈസയുടെ നഷ്ടത്തോടുകൂടി 91.79 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്നലെ നിലവിൽ വന്നതിനെ തുടർന്ന് ഇന്ന് അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ് തുടങ്ങിയ എക്സ്പോർട്ടിംഗ് സ്റ്റോക്കുകളിൽ 10% റാലി ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. കൂടാതെ BEL, BEML തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിൽ 12% ഉയർച്ചയും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. തൽഫലമായി ഇന്ന് ഡിഫൻസ് ഇൻഡെക്സിനും 5% നേട്ടവും ഇൻട്രാഡേ ബേസിസിലും കൈവരിക്കുവാൻ സാധിച്ചു. ഇതിലേക്ക് പ്രധാനമായും ഡിഫൻസ് സെക്ടറിനെ നയിച്ചത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റും കൂടാതെ ഈ ഞായറാഴ്ച ഫെബ്രുവരി 1 ആരംഭിക്കുന്ന ഇന്ത്യൻ ബഡ്ജറ്റുമാണ് ഇന്ന് ഡിഫൻസ് മേഖലയെ പുതിയൊരു ഉണർവിലേക്ക് നയിക്കുകയും ഉണ്ടായത്. 114 കോടി രൂപയുടെ പുതിയ കരാർ ലഭിച്ചതിനെ തുടർന്ന് MIC ഇലക്ട്രോണിക്സിന് ഇന്ന് 10% അപ്പർ സർക്യൂട്ടും നൽകുവാൻ സാധിച്ചു. സിൽവർ ETFകളിൽ ഇന്ന് ഉയർച്ച രേഖപ്പെട്ടത് എങ്കിലും ഒരുപക്ഷെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാം. ഹിന്ദുസ്ഥാൻ സിങ്കില് 3% ഇടിവും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. കാരണം തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനായിട്ട് സ്റ്റോക്കിൽ അതിശക്തമായ ഉയർച്ചയും കാണുവാനായിട്ട് സാധിച്ചിരുന്നു. അതേസമയം ഇന്നും ഹിന്ദുസ്ഥാൻ കോപ്പറിൽ 13.65% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇന്നലെയും ഇന്നുമായി തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 19% നേട്ടവും സ്റ്റോക്കിന് കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാനായിട്ട് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ നടത്തിയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയും കൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് 200 കോടി ആളുകളിലേക്ക് പ്രതിഫലിക്കുന്ന ഒരു കരാർ ആയതിനാൽ തന്നെ മാത്രമല്ല നിലവിൽ ഇന്ത്യ US നിന്നും അധിക താരിഫിന്റെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തില് യൂറോപ്യൻ യൂണിയനുമായിട്ട് നടന്ന ഈ ഒരു എഗ്രിമെന്റ് വീണ്ടും ഇന്ത്യൻ എക്സ്പോർട്ടില് പുതിയ പ്രതീക്ഷ പകരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ തന്നെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ US മാർക്കറ്റില് S&P 500ന് അതിന്റെ
അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. കൂടാതെ നാസ്ഡാക്കിന് 1% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും പ്രകടമായിരുന്നു. തൽഫലമായി ഇന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് മാത്രം 20% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നലെയും നേരെ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് ഇന്ത്യ വിക്സ് മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനടി തന്നെ കൂൾ ഓഫ് ആവുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. മാത്രമല്ല 6.44% ഇടിവോടുകൂടി 13.52 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സ് എത്തിച്ചേർന്നു. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറി. ഇതിനെല്ലാം പുറമെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില കുതിച്ചുയരുകയുണ്ടായി. മാത്രമല്ല ഇന്ന് രാവിലെയും ഇവയുടെ വിലയിൽ അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെട്ടതെങ്കിൽ പിന്നീട് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-നടുത്തും അനുഭവപ്പെട്ട ഇടിവും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുമുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 56 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-നടുത്തും ഫ്രാൻസ് മാർക്കറ്റ് 1%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഗോൾഡ് ഇന്ന് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 5300 എന്ന സൈക്കോളജിക്കൽ ലെവലും മറികടക്കുകയുണ്ടായി. തുടർന്ന് നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടേണ്ടി വന്നെങ്കിലും 1.87% നേട്ടത്തോടുകൂടി അഥവാ $97 നേട്ടത്തോടുകൂടി 5277.96 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. TVS മോട്ടോഴ്സ് നെറ്റ് പ്രോഫിറ്റിൽ 52% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 37% വർധനവ് രേഖപ്പെടുത്തി. ഷാഡോ ഫാക്സ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 9% പ്രീമിയത്തിന് നഷ്ടത്തോടുകൂടി വീക്കായിട്ടുള്ള മാർക്കറ്റ് അരങ്ങേറ്റമാണ് ഇന്ന് കുറിക്കുകയുണ്ടായത്. തുടർന്നും സ്റ്റോക്കിൽ ഇടിവ് അനുഭവപ്പെടുകയുമുണ്ടായി. ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യയിലെ അലൂമിനിയം, ചെമ്പ് എന്നിവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $6 ബില്യൺ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള പദ്ധതികൾ ഇടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. സൂസ്ലോൺ എനർജി കമ്പനി ആർസെൽ മിത്തലിൽ നിന്ന് 248.5 മെഗാവാട്ട് വിൻഡ് പവർ പ്രൊജക്ടിന്റെ ഓർഡർ നേടിയെടുക്കുകയുണ്ടായി. കിൽബോൺ എഞ്ചിനീയറിംഗ് 58 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനി നേടിയെടുക്കുകയുണ്ടായി. ഗ്രാഫൈറ്റ് ഇന്ത്യ ലിഥിയം അയൺ ബാറ്ററികൾക്കായി സിന്തറ്റിക് ഗ്രാഫൈറ്റ് അനോയ്ഡ് മെറ്റീരിയൽസിനായി 4430 കോടി രൂപയുടെ നിക്ഷേപത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകുകയുമുണ്ടായി. ക്രിസാക് 8 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കി നെറ്റ് പ്രോഫിറ്റില് 4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 29% വളർച്ചയും രേഖപ്പെടുത്തി. BEL നെറ്റ് പ്രോഫിറ്റില് 20% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1579 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റില് 5% ഉയർച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.